വേറെ അപരാധം ഒന്നിനും ഒരു ലോജിക്കില്ല, ചുമ്മാ അടച്ചു വെച്ചേക്കുക. ഒരു ഡോക്യുമെൻ്ററി പോലെ ചെയ്ത് വെക്കാവുന്നൊരു സംഭവം, ഒരു അരമണിക്കൂർ അതിങ്ങനെ വലിച്ചഴിച്ച് 2 മണിക്കൂറാക്കി വെച്ചേക്കും. ആകെ 6 പേരെ അതിൻ്റെ അകത്തുണ്ടായിരുന്നത്. ഫുള്ള് പ്രേതത്തിൻ്റെ കഥയും അതൊക്കെ തന്നെ. ത്രില്ലടിപ്പിക്കാൻ വലിയ കുഴപ്പമില്ല, എന്നാലും കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. മൊത്തത്തിൽ പടം നൈസായിരുന്നു, കണ്ടിരിക്കുക അത്രേ ഉള്ളൂ. ആവറേജ് അത്രേ ഉള്ളൂ അതിനപ്പുറം ഒന്നുമില്ല. എനിക്ക് എല്ലാ ടെക്നിക്കൽ പറയാൻ അറിഞ്ഞൂടാ, ജസ്റ്റ് കണ്ടോണ്ടിരിക്കുക അത്രേ ഉള്ളൂ. ഹാഫ് വരെ കുഴപ്പമില്ല, അതിന് ശേഷം കുഴപ്പമില്ല. പിന്നെ അത്യാവശ്യം നമ്മൾ വിചാരിച്ച കാന്താര പോലത്തെ ലാസ്റ്റ് കണ്ടപ്പോൾ കാന്താര പോലത്തെ ആയിരിക്കും, പക്ഷെ അങ്ങനെയൊന്നുമല്ല. പടത്തിന് വലിയ ഇതൊന്നും പറയാൻ പറ്റൂല, ഒരു അവാർഡ് പടം അത്രേ ഉള്ളൂ. ത്രില്ലർ എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ കോൺസെപ്റ്റ് കൊള്ളാം, ആ കോൺസെപ്റ്റ് നല്ല അടിപൊളി കോൺസെപ്റ്റ്. ഇതുവരെ നമ്മൾ ഇത്രയും നാളായിട്ട് നമ്മൾ കണ്ട പ്രേത സിനിമ എന്ന് പറഞ്ഞാൽ ഹൊറർ മൂവ്മെൻറ്റ് നമ്മൾ ഇതുവരെയായിട്ടും കാണാത്തൊരു അത്യാവശ്യം നല്ലൊരു കോൺസെപ്റ്റാണ്. ഫാമിലി ഓഡിയൻസ് ഞാൻ പറഞ്ഞു, ഫാമിലി ഓഡിയൻസ് ഓക്കെ അല്ല, കാരണം അവർ വരുമ്പോൾ എന്തായാലും അവർ ഇറങ്ങുമ്പം ഇതായിട്ട് പറയുള്ളൂ. പക്ഷേ നമ്മളെപ്പോലുള്ള ഇതായിട്ടുള്ള ആൾക്കാർക്കൊക്കെ വന്നിരുന്ന് കാണാം, കണ്ട് നമുക്ക് മനസ്സിലാവില്ല ഒന്നാമത്തെ കാര്യം. കാരണം കുഴപ്പമില്ല, കൊള്ളാം, അത്രേ ഉള്ളൂ, കണ്ടിരിക്കാം. ഇത് അങ്ങനെ അത്ര വലുതായിട്ടൊന്നും ഇല്ല, എന്നാലും കൊള്ളാം.